ഹലോ ഗൈസ്, 31 രാത്രി ന്യൂ ഇയർ ഈവിന് ആദ്യം നേരെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ നിന്ന് അവരുടെ തന്നെ ഒരു ക്ലബ്ബുണ്ട്, സ്കോർപ്പിയൻസ് എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവരുടെ ഒരു പ്രോഗ്രാംസ് എല്ലാ കൊല്ലവും അവിടെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അവിടെ സാന്റക്ലോസിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ കുറച്ച് ഫാൻസി ഡ്രസ്സ് പോലെ ഓരോരുത്തർ ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നല്ലപോലെ ഡാൻസും പാട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനാണ് നേരെ പോയത്. എല്ലാ കൊല്ലവും നമ്മൾ പോകുന്നതാണ്. അവിടെ നിന്ന് നേരെ ഫോർട്ട് കൊച്ചിക്കാണ് വിട്ടത്. ഇത്തവണത്തെ ഈ ഫോർട്ട് കൊച്ചിയിലത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും ഞാൻ ഇത്ര ദിവസമായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണമെന്നുള്ളത് വിചാരിച്ച് ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഈ ന്യൂ ഇയർ ഈവനും കാർണിവലിനൊക്കെ പോകുമ്പോഴത്തേക്കും ഫുള്ള് മാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും കേട്ടോ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഫോർട്ട് കൊച്ചി ചെന്നപ്പോഴത്തേക്കും അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സാന്റക്ലോസിൻ്റെ ഇതായിരുന്നു കണ്ടത്. ഓരോരുത്തരും ഓരോ മാസ്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു വെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേനും അവിടെയും DJ തന്നെയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ DJയിൽ കുറച്ച് നേരം അവിടെ നിന്ന് ഡാൻസൊക്കെ ചെയ്ത് തുള്ളിയൊക്കെ ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ അവിടെ നിന്ന് ചാടി പുറത്തിറങ്ങി. ഓൾറെഡി ഇറങ്ങിയത് തന്നെ നല്ല ലേറ്റായിട്ടാണ്. പിന്നെ ഇവിടെ നിന്ന് സമയം കളഞ്ഞ് പിന്നെ തിരിച്ചെത്തി കഴിഞ്ഞാൽ അവിടെ സ്കോർപ്പിയൻസിൻ്റെ അവിടുത്തെ സാന്റക്ലോസ് കത്തിക്കുന്നത് മിസ്സാവും. അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മളുടെ ഈ കൊച്ചിയിൽ ഈ ന്യൂ ഇയർ ടൈമിൽ ഇതേപോലെയുള്ള സ്റ്റാച്യൂസും ആർട്സും ഇതേപോലെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ഏതാണോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന രൂപങ്ങൾ ആ രീതിയിലായിരിക്കും അവരുണ്ടാക്കുന്നത്. നമ്മളുടെ കൂടെയുള്ള കിഡീസിനൊക്കെ ഇതെന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് നമ്മളെല്ലായിടത്തും കറങ്ങിയാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് ചെന്നത്. നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തന്നെ ഒരു വീടാണിത്. ഈ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ കൊല്ലവും ഈ വീട്ടിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡെക്കറേഷൻസും ലൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. വീട് അവരുടെ ബാക്ക് സൈഡിലാണെങ്കിലും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും തന്നെ ഒരുപാട് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരുടെ വഴിയിൽ തന്നെ ഇത്ര ഫുൾ ലൈറ്റ് ആയിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരുടെ വീടിനകത്തേക്ക് ചെന്നതിനാലും നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻസ് അവർ കൊടുക്കാറ്. കഴിഞ്ഞ തവണയും നിറയെ സാന്റക്ലോസ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ആയിരുന്നു. ഇത്തവണ കുറച്ചും കൂടെ ഒരു വേറെ തീമിലാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കോൾഡും ഫീവറൊക്കെ ആയിട്ട് വയ്യാണ്ടിരുന്നതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടിരിക്കുന്നത്. ഇത്തവണ ഈ വീട്ടിൽ ലൈറ്റ്സ് വെച്ചിട്ടായിരുന്നു ഫുൾ ഡെക്കറേഷൻസും ചെയ്തിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു റെഡ് കളർ സാൻഡേഴ്സ് തന്നെ ചെറിയ മിനിയേച്ചർ വേർഷൻസ് വെച്ചിട്ടായിരുന്നു ഡെക്കറേഷൻസ് വന്നത്. പക്ഷേ ഇത്തവണ ഫുൾ ലൈറ്റിങ്ങിൻ്റെ ആയിരുന്നു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരുന്നത്. എന്നാലും ഒരു 3-4 സാന്റാസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണത്തെ ക്രിബും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം റെഡ് സാന്റാസ് അല്ലായിരുന്നു, കുറച്ചും കൂടെ ഒരു ഇൻ്റർനാഷണൽ ടച്ചുള്ള സാന്റാസ് ആയിരുന്നു. പക്ഷേ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സാന്റാസിനെ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഈ വീടിൻ്റെ തന്നെ പുറത്തുള്ളൊരു ഡെക്കറേഷൻസാണ്. ഇതാണ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും അവിടെ നമ്മളൊരു ചെറിയ സാന്റേനെ തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. 31st ആയാലും എന്തായാലും ഞങ്ങളിവിടെ നിന്ന് സാന്റേഴ്സിനെ കത്തിക്കാറുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ കറങ്ങാൻ പോയപ്പോഴത്തേനും ഞാൻ അവിടെ നിന്ന് വാങ്ങിയതായിരുന്നു ഈ ഒരു ഗ്ലാസ്. അത് കണ്ടപ്പോഴേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ലൊരു കൂൾ വൈബില്ലേ. ഡാൻസ് കളിക്കുന്ന സമയത്തൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ അവിടെ നിന്ന് നേരെ വീണ്ടും ഡാൻസ് കളിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അപ്പോഴേക്കും ഏകദേശം ഒരു 11:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേനും വൻ ഡാൻസായിരുന്നു. ഓരോരോ സോങ്സ് മാറ്റി വെച്ച് ഡാൻസായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവർ ഈ സാന്റക്ലോസിനെ പൊക്കി കൊണ്ടുപോയി കത്തിക്കാൻ വെച്ചതൊന്നും ഞാൻ ആദ്യം കണ്ടില്ല. പിന്നെ പെട്ടെന്നാണ് ഞാൻ കാണുന്നത്. അപ്പോഴത്തേക്കും പോയി വീഡിയോ എടുത്തതായിരുന്നു. ആദ്യമേ കുറേ ഫയർ വർക്ക്സ് ആയിരിക്കും ചെയ്യുന്നത്. അതിന് ശേഷമാണ് സാന്റാസിനേക്ക് തീ കൊളുത്തുന്നത്. അതിനകത്തും സാന്റയുടെ അകത്തും നിറയെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് മിനിറ്റ് കൗണ്ട് ഡൗണിന് ശേഷം സാന്റയ്ക്ക് തീ കൊളുത്തുവാണേ. ഞങ്ങളുടെ ഇവിടെ സാന്റാസിനെ പപ്പാനി എന്നാണ് പറയാറ്. പപ്പാനിനെ കത്തിക്കുന്നതും 31 വരെ പപ്പാനിയായിട്ട് ഡാൻസ് കളിക്കാൻ വരുന്നതും കെറോളായിട്ട് വരുന്നതൊക്കെയാണ് മെയിനായിട്ട് ഈ കൊച്ചിക്കാരുടെ ആഘോഷങ്ങളിൽ കണ്ടുവരുന്നത്. ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാർ വന്ന് കൂടിയായിരുന്നേ. ഫോർട്ട് കൊച്ചിക്ക് പോകുന്നവരും അവിടെ നിന്ന് വരുന്നവരൊക്കെ ആയിട്ട് എല്ലാവരും വന്നിരുന്ന് ഹാപ്പി ന്യൂ ഇയർ പറയായിരുന്നു. അപ്പോൾ ഈ കത്തിക്കുന്നത് റോഡിൽ നടുക്കിട്ടാന്ന് ആലോചിക്കണം. അവിടെ ആ സമയത്തെങ്ങും ഒരു വണ്ടികളും വരുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും വന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ചുറ്റിനും നിന്ന് ഡാൻസ് ചെയ്യലും വൈബ് ചെയ്യലൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. കുട്ടികളും വലിയ ആൾക്കാരും എല്ലാവരും അതിനകത്ത് പങ്കെടുക്കാറുണ്ട്. പ്രായമുള്ള ആൾക്കാരും അങ്ങനെ എല്ലാവരും വരും. വീണ്ടും പാട്ട് തുടങ്ങി, ഡാൻസും തുടങ്ങി. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഡാൻസ് ചെയ്യാം. ഓരോരുത്തരുടെ എനർജി ലെവൽ അനുസരിച്ചിരിക്കും എത്ര നേരം ഡാൻസ് ചെയ്യുന്നു ഇല്ലെന്നുള്ളത്. നമുക്കിതിന് ശേഷം വീട്ടിൽ വന്നിട്ട് വീട്ടിലത്തെ പപ്പാനെയും കൂടി കത്തിക്കാനുള്ളത് കൊണ്ട് നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ലായിരുന്നു. അവിടെ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് ഫുള്ളങ്ങ് വേർത്ത് കുളിച്ച് ഇതായി നിന്നു.
നേരെ വീട്ടിൽ വന്ന് വീട്ടിലത്തെ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ സാൻറ്റേനെ കത്തിക്കുന്നത്. ചേട്ടൻ ഒത്തിരി ഫയർ വർക്ക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കമ്പിത്തിരിയും മത്താപ്പൂവും മുകളിൽ പോയിട്ട് പൊട്ടി വിരിയുന്ന ടൈപ്പ് പൂത്തിരിയില്ലേ, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉഷാറാക്കാമെന്ന് വിചാരിച്ച്. ഈ ഒരു സമയത്ത് ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടാവുകയെ, നമ്മളുടെ നെയ്ബേഴ്സും നമ്മുടെ ഫ്രണ്ട്സ്, കസിൻസ്, അങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ടാവും. നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരും ഇൻവൈറ്റ് ചെയ്യാത്ത ആൾക്കാരും വഴിയിൽ കൂടി പോകുന്ന ആൾക്കാരും അങ്ങനെ എല്ലാവരും വന്ന് അവിടെ ഇതൊക്കെ കാണാനായിട്ട് വന്ന് നിൽക്കും. കുട്ടികളും ആൻറ്റിമാരും അങ്കിൾമാരും നമ്മളുടെ പ്രായത്തിലുള്ള എല്ലാ കസിൻസും അവിടെ ഉണ്ടായിരുന്നു. നേരെ കമ്പിത്തിരിയൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ നേരം കളിച്ചായിരുന്നു. ചേട്ടന്മാരാണ് പൊതുവെ ഈ വലിയ വലിയ പടക്കങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അത് പൂത്തിരിയും ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു ഇത്തവണ. ഈ കുട്ടിപ്പട്ടാളത്തിൻ്റെ കൂടെ കമ്പിത്തിരി കത്തിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നതുകൊണ്ട് പപ്പാനെ കത്തിക്കുന്നത് ഞാൻ മിസ് ഔട്ട് ചെയ്ത്. അങ്ങനെ ഒത്തിരി ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. കുറച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പുകയും മണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ നേരെ അകത്തേക്ക് ചെന്നായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരുടെ കൂടെ അങ്ങ് ടൈം സ്പെൻഡ് ചെയ്ത്. 2024 എല്ലാവർക്കും പൊതുവേ ഒരു മോശം അഭിപ്രായമാണ്. 2025 എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.